എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ ടൈം പാസ്. ഞാൻ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് എടാ എങ്ങനെ ശരിക്കും രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോകും. അപ്പൊ ഓടിളക്കി ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറം രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മീഡിയകൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത്? ആ നാട്ടിലെ പ്രതിഭാനിരതരായ ആളുകൾ അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലുള്ള പ്രതിഭാശാലികളായ വ്യക്തിത്വം അവരുടേതായ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രതിഭ കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഒരു നിമിഷം തിരിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആരെയൊക്കെയാണ്? കാലിലെ ചുമപ്പ് മാറുന്നതിന് മുമ്പ് വീട്ടുകാരെ പറ്റിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ച കവിതാക്കൾ, സ്വന്തം ഭാര്യ അല്പവസ്ത്രം ധരിച്ച് കിടന്നുറങ്ങുമ്പോൾ അതുവരെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആ യൂട്യൂബ് വരുമാനം കൊണ്ട് കാറും ബസ്സും മേടിക്കുന്ന ആളുകൾ, വാ തുറന്നാൽ അശ്ലീലം പച്ചത്തെറി മാത്രം പറയുന്ന ചില ആളുകൾ, എന്തിനേറെ സ്വന്തം അടിവസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണം വാരിയിടുന്ന ആളുകൾ വരെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ഇൻഫ്ലുവൻസറായ ആളുകൾ. അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്നും ഈ നാടിൻ്റെ രുചിയും ഈ നാടിൻ്റെ ടേസ്റ്റും ഒക്കെ അറിയുന്ന ആളുകളാണ് ഈ ചാനലുകാർ. ഇത്തരം വീഡിയോകൾ, ഇത്തരം ആളുകളുടെ ഇന്റർവ്യൂയും ഈ ഇന്റർവ്യൂവിൽ അവരുടെ കുൽസിതങ്ങൾ അവർ പുറത്തേക്ക് വിടുമ്പോൾ അവർക്കറിയാം ഈ കേരളക്കാരിൽ ചിലരെങ്കിലും ഈ ലൈംഗിക വൈകൃതമോ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആസ്വദിച്ചിരുന്ന് കേൾക്കുമെന്നറിയാം. അങ്ങനെയുള്ള വീഡിയോകൾക്കാണ് വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് ആളുകൾ കാഴ്ചക്കാരാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുവന്നവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഇതൊന്നുമല്ല. ഈ ഇന്റർവ്യൂവിൽ ഈ പെൺകുട്ടി എടുക്കുക, ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു വർത്തമാനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ ടൈം പാസ്. ഞാൻ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് എടാ എങ്ങനെ ദാണ്ടാ കുട്ടിക്ക് നാണം വന്നടാ, കുട്ടിക്ക് നാണം വന്ന്, കുട്ടി ചിരിക്കുന്നു. ഔ എന്താ ചിരി, എന്തൊരു സന്തോഷം. നാണം വരുന്നുണ്ടല്ലേ? മോളെ, അവൻ എത്തി നോക്കിയ സമയത്ത് ആ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരുത്തൻ്റെ ഉമ്മയോ പെങ്ങളോ സഹോദരിയോ മകളോ ആയിരിക്കും. നിങ്ങളും ഒരു സ്ത്രീയല്ലേ. ജനങ്ങളെല്ലാം ഇത് കാണുന്നതാണെന്നുള്ള ബോധ്യത്തിൽ വെറുതെ എങ്കിലും ആ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണോ, ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും. ഇപ്പം നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ കാഴ്ചക്കാരെന്താ മനസ്സിലാക്കേണ്ടത്? എന്തൊരു സന്തോഷം, എന്തൊരു പ്രോത്സാഹനം അല്ലേ. ക്യൂരിയോസിറ്റി ത്വര. ഇഷ്ടപ്പെട്ട്. പക്ഷേ നിങ്ങൾക്ക് ചില ഇടങ്ങളിൽ എക്സ്പ്രഷൻ മാറിപ്പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വളരെ സന്തോഷിക്കുകയും എന്നാൽ മറ്റൊരു ഇടത്ത് നിങ്ങൾ ഭയങ്കര ഗൗരവത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അഥവാ ദറസ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പം, മമ്മു താണ്ടി വന്ന പീഡന പർവ്വങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ മാറി. എല്ലാവരും അതൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ആ ഉസ്താദുമാരോടൊക്കെ ഉള്ള ഒരു ദേഷ്യമോ സങ്കടമോ അങ്ങനെയൊക്കെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം ഇല്ലാണ്ടില്ലുണ്ട്, ദേഷ്യമെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാരോടും ഇല്ല. അതായത് ചില ആൾക്കാരോട് മാത്രമേ ഉള്ളൂ. അതായത് അന്നെ പഠിപ്പിച്ച് ഞാൻ കാര്യം പറയാം, ഞാൻ തുറന്നു പറയുന്നതല്ല. അന്നെ പഠിപ്പിച്ച ഉസ്താദ്മാരോട് നമുക്ക് നല്ല ദേഷ്യമുണ്ട്. ഉസ്താദിനെക്കാട്ടി വലുതാണ് ജൂനിയർ സീനിയർ എന്നൊരു സാധനം ഉണ്ട് അവിടെ. ഈ സീനിയർ ഈ വർത്താനം ഈ പള്ളീൻ്റെ അടുക്കുന്ന നിസ്കരിക്കുന്ന എടുക്കുക. അതായത് നിസ്കരിക്കുന്ന താഴെ പോയാൽ അവിടെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ഇപ്പുറത്ത് ഒരുത്തനുണ്ടാവും പേരത് തന്നെ. അതായത് ആരാ സംസാരിക്കുന്നത്, ആരും ഉസ്താദ് ഇല്ലാത്ത ടൈം ഏൽപ്പിക്കുമല്ലോ. അത്രയ്ക്ക് എന്താണ് ഫുഡിന് ശേഷം നമ്മളെ അടിക്കും. ഇപ്പൊ ചിരിയും കളിയൊക്കെ പോയി. ഇപ്പം മുഖത്ത് ദുഃഖാർദ്രമായ ഒരു ഭാവമാണ് വന്നത്. ഈ ഭാവം ആ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഇത്രയും പീഡന പർവ്വങ്ങൾ താണ്ടിയാണോ നീ നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്? ത്യാഗോജലമായി ഇത്തരം ദുർഘട ഘട്ടങ്ങൾ കടന്നാണോ നീ നിന്റെ വിജയകരമായ നേട്ടം കൈവരിച്ചത് എന്നൊരു ചോദ്യം മുഖം ചോദിക്കുന്നില്ലേ? എൻ്റെ വീഡിയോ ഇന്റർവ്യൂ ചെയ്ത പെൺകുട്ടി കാണുകയാണെങ്കിൽ എല്ലാ ബഹുമാനാദരവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഏത് വിജയകരമായ ലക്ഷ്യസ്ഥാനത്തേക്കാണ് എത്തിയത്? ഇത്രയും പീഡന പർവ്വങ്ങളൊക്കെ താണ്ടി വന്ന കുട്ടി ഇപ്പം ഏത് അവസ്ഥയിലെത്തി? മമ്മു ഒരു ചെറിയ കുട്ടിയാണ്. നാളെ അവൻ ഭാവിയിൽ കുറച്ചുകൂടെ മികച്ച പ്രതിഭാശാലി ആയേക്കാം. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി അവരോടൊന്നും വിരോധമില്ല. ഇന്റർവ്യൂ ചെയ്ത ആളോട് ചോദിക്കുകയാണ്, ഇപ്പം എത്തി നിൽക്കുന്ന വിജയകരമായ മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഏത് മേഖലയിലാണ് എത്തി നിൽക്കുന്നത്? അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളും ലളിതമാണ്. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. എന്തുമായിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തർക്കും ചിന്തിക്കാൻ ഞാൻ വിട്ടുതരികയാണ്. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനടക്കമുള്ള സാധുക്കളായ വിദ്യാർത്ഥികൾ ദറസിൽ പഠിച്ചവരാണ്. ഈ ദറസിലേക്ക് വരുന്നതിന് വേണ്ടിയാണെന്നറിയുമോ? നമ്മുടെ നിലവിലുള്ള എന്തെങ്കിലും പോരായ്മകൾ, സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നാടിനും നാട്ടാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഉത്തമ ഉത്കൃഷ്ട സ്വഭാവത്തിന് ഉടമയാകാൻ വേണ്ടിയാണ് ഈ ദറസിലേക്ക് കൊണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുളിമുറി ഒളിഞ്ഞു നോക്കാൻ പോയാലോ അത് ഓടളക്കാൻ പോയാലോ നടപടിയാവില്ല. അത് ഇസ്ലാമിക കലാലയങ്ങളിലൊന്നല്ല. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ തന്നെ ഏതെങ്കിലും സ്ഥാപനം വെക്കുന്ന ഡിസിപ്ലിൻ പാലിച്ചില്ലെങ്കിൽ
ശിക്ഷണം അടി അല്ലെങ്കിൽ പോലും പുറത്താക്കൽ, സസ്പെൻഡ് ചെയ്യൽ, ഡിസ്മിസ് ചെയ്യലൊക്കെ ഇല്ലേ. എന്നാൽ ദർസിൽ ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ കുട്ടികളെ നിരീക്ഷിക്കുന്നത്, കുട്ടികളെ നോക്കുന്നതൊക്കെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികളായിരിക്കും. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ കുരുത്തക്കേട് കാണിക്കുമ്പോഴുള്ള ശിക്ഷണം അവിടെയും ഉണ്ടാകും. അതുപോലത്തെ ശിക്ഷണത്തെയാണ് ഇത് പീഡനപർവമാണ്, ഇത് മനുഷ്യനെ കാരാഗ്രഹത്തിലടക്കലാണ്, തല്ലിക്കൊല്ലലാണെന്നൊക്കെ പറയുന്നത്. ഇനി ഈ ശിക്ഷണം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയാൽ അതും ഈ വീഡിയോയിലുണ്ട്. എന്താണ് ചെയ്തത്? ബാല്യത്തിൽ തന്നെ കുളിമുറിയിൽ ഒളിഞ്ഞു വെക്കാൻ പോയാലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓടളക്കാനൊക്കെ പോയാലോ ഒക്കെ ഒന്നും അവിടെ അനുവദിച്ചു തരൂല. അപ്പം നമ്മളെ ശിക്ഷിക്കും. അത് ശിക്ഷണമാണത്, നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. അതിന് BGM ഒക്കെ കൊടുത്ത് ദർസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പീഡന മുറകൾ, വിവിധ മൂന്നാം മുറയൊക്കെ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളാണെന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആസ്വാദകരായ പ്രേക്ഷകരെ കിട്ടുമെന്നുള്ളത് അറിയുന്നുണ്ടല്ലേ. ഞങ്ങളെപ്പോലുള്ള സാധുക്കളൊക്കെ ഇവിടെ പഠിച്ചവരാണ്. ഇന്ന് പടച്ചവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് വലിയൊരു സമൂഹത്തെ, നമ്മുടെ മുമ്പിൽ വലിയൊരു സമൂഹം, അനുവാചകരായിട്ടും വലിയൊരു സമൂഹം ഇരിക്കുമ്പം അവരുടെ മുമ്പിലേക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും അവർക്ക് ഇഹവും പരവും വിജയിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സായി ഞങ്ങളൊക്കെ മാറി എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. ഇനി ഞങ്ങളൊക്കെ ഈ ദർസ് ജീവിതം കൊണ്ട് വലിയ ഇൻഫ്ലുവൻസർമാരൊന്നും ആയില്ലെങ്കിൽ പോലും കുറഞ്ഞ പക്ഷം മറ്റൊരുത്തൻ്റെ കുളിമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാതെ, മറ്റൊരാളുടെ വീടിൻ്റെ ഓടളക്കി അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാതെ, മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ഇങ്ങനെ ജീവിച്ചു മരിക്കുന്നു എന്നുള്ളതാണ് ഈ ദർസ് ജീവിതമൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അഭിമാനകരമായൊരു നേട്ടം.